ഒരിക്കലും നമ്മളെ മക്കളെ നമ്മൾ മക്കളാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉണ്ടോ? ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ വക്ത് നിസ്കാരത്തിന് ശേഷവും, പഠിച്ചോൻ എന്റെ മക്കളെങ്ങി എത്തി മക്കളാക്കല്ലേന്ന്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കൃത്യം 11:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ 4 മക്കളെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, തിരിച്ചു വന്നിട്ട് മക്കളെ കാണാനുള്ള കഴിവ് തരണേ പഠിച്ചോനേന്ന്. കാരണം എന്താ? എന്റെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കണ്ടോന്റെ അടുക്കളയിൽ നിന്ന് കിട്ടുന്നതിന് ജീവിക്കേണ്ട ഒരു എത്തി മക്കളായി കണ്ട എനിക്ക് സഹിക്കാൻ പറ്റൂല. ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ വേദന. നാട്ടിൽ ഗൾഫിൽ ജോലിയുള്ള ഒരു ചെറുപ്പക്കാരൻ, നല്ല ശമ്പളമുള്ളവൻ, ആകളുള്ള ഒരു ആൺകുട്ടീനെ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലാ. 15 കൊല്ലങ്ങൾക്ക് മുൻപ് നാട്ടിൽ വന്ന് ഉമ്മ മാങ്ങൊടിക്കാൻ പറഞ്ഞപ്പോ മരത്തുമ കയറി വീണ് മരിച്ചു. വരുമാനം നിലച്ചപ്പം മക്കളെ നോക്കാൻ ആളില്ലാതായി. ആളില്ലാതായപ്പം പിന്നെ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ നിർത്തി. ഒരു ദിവസം ബസ് ഇറങ്ങുന്ന ആ കുട്ടീന്റെ വല്യാപ്പ, ഒരു സാധു മനുഷ്യൻ, 70 വയസ്സുവരെ മീൻകൊട്ട ചുമന്നൊരു സാധു ബസ് ഇറങ്ങി ഇങ്ങനെ നടന്നു പോകുമ്പോ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇക്കാങ്ങൾ എവിടുന്നാ വരുന്നത്? അയാളൊന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഞാനേ യത്തീംഖാനേന്ന് വരിക. ചോദിച്ചു, എന്ത് പറ്റി? ഒന്നുമില്ല, മരിച്ചുപോയ ഷബീറിന്റെ മോനാ ഞാൻ യത്തീംഖാനയിലാക്കി. എനിക്കിപ്പോ എത്ര കാലാന്ന് അറിയൂലല്ലോ, അവിടെ ആകുമ്പോ ഒന്നുമില്ലെങ്കിലും നല്ലോണം ഒന്ന് ജീവിക്കട്ടെ. എന്നിട്ട് ആ വാപ്പ കണ്ണീരും തുടച്ചിങ്ങനെ നടന്നു പോകുമ്പോ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ പ്രസംഗിക്കാൻ പോകുമ്പോ എന്റെ ആയുസിന് വേണ്ടി ഇങ്ങൊന്ന് ദ്വാരക്കണം കേട്ടോ. കാരണം മോനെ ആടിയാക്കി തിരിച്ചു പോരുമ്പോ യത്തീംഖാനന്റെ വരാന്തയിൽ ഇന്നെ നോക്കി കരയുന്ന ആ മോനെ കണ്ടപ്പോ എന്റെ മുനീർ മച്ചയിൽ ഷമീർ മരിച്ചയിലല്ല, എന്റെ മോനെ നീ യത്തീമാണല്ലോ എന്ന് ചിന്തിച്ചപ്പോ എനിക്ക് സഹിക്കുന്നില്ല. അവനാന്റെ മക്കൾ യത്തീം മക്കളാകാതിരിക്കാനാ നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ വാർദ്ധക്യത്തിൽ വാപ്പനെയമ്മനെ യത്തീമാക്കരുത്. വാർദ്ധക്യത്തിൽ വാപ്പനെയമ്മനെ യത്തീമാക്കരുത്. ആയുസിന്റെ ഫലം കൊണ്ട് ജീവന്റെ നെഞ്ചു വിരിച്ചു നിന്ന് ഒരു ഉമ്മാന്റെ ചോര അമൃതാക്കി മുലപ്പാലാക്കി തന്നിട്ടുണ്ടെങ്കിൽ, കത്തിയാളുന്ന വെയിലത്തൊരു വാപ്പ സൂര്യനേക്കാൾ സൂര്യന്റെ മേലെ ജ്വലിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ, അതൊരു ആരോഗ്യമായിട്ടും അതൊരു മനസ്സമാധാനമായിട്ടും നിങ്ങളെ ശരീരത്തിൽ ഓടുന്നുണ്ടെങ്കിൽ ആ വാപ്പനെമ്മിനെ യത്തീമാക്കി മക്കളെയരുത്. ഇന്ന് പല കുടുംബത്തിലും രക്ഷിതാക്കൾ യത്തീമക്കളാ, നോക്കാൻ ആരുമില്ല, മക്കൾക്കാർക്കും വേണ്ട. മനസ്സറിഞ്ഞു മക്കളെ ഒന്ന് ശപിക്കാൻ പോലും പറ്റാതെ 4 ചുമരിന്റെ ഉള്ളിൽ നെഞ്ചുപൊട്ടി ജീവിക്കുന്ന വാപ്പയമ്മയുണ്ടെങ്കിൽ, ആ വാപ്പന്റെ ഇമ്മിന്റെയും നെഞ്ചിന്റെ ഉള്ളിലുള്ള പെടച്ചിലും മതി ഈ ദുനിയാവിൽ ഒരു മനസ്സമാധാനമില്ലാത്ത മരണം കിട്ടാൻ. അത് മക്കളായാലും ശരി, മരുക്കളാണെങ്കിലും ശരി. അതുകൊണ്ടാ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും ഒരു